ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. അച്ഛൻ പോയി ചിക്കൻ മേടിച്ചിട്ട് വന്നത്. അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ലെഗ് പീസും കുറച്ച് പീസും പൊരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ചിക്കനിൽ അരപ്പ് വരട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് ചീനച്ചട്ടിയിൽ ഒരു ശകലം എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കും. ജസ്റ്റ് മൂപ്പിച്ചെടുക്കാൻ മീൻസ് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു പച്ചമണം മാറുന്ന വരെയും ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. ഈ ഒരു സ്മെല്ല് വരും, ചെറിയ മുളകും മല്ലിയും ചൂടാക്കുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് വരണം, അപ്പോഴേ നമുക്ക് എടുക്കാവൂ. ആ ഒരു മണം വരുന്ന സമയത്ത് എടുത്ത് തട്ടി ചിക്കനകത്ത് പുരട്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുരട്ടി ഒരു മുക്കാൽ മണിക്കൂറോളം പുരട്ടി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് ഉള്ളി എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് കരിവേപ്പില, തേങ്ങാക്കൊത്ത് ഇത്രയും ഇട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുന്ന സമയം, ജസ്റ്റ് ആ ഒരു മണം വരുന്ന സമയത്ത് സവാളയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പം അതൊന്ന് ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് വരും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചട്ടി ആയതുകൊണ്ട്, മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറിയൊരു കളറ് മാറി വരുമ്പോഴത്തേനും അതിലേക്ക് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അത് ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് അതൊന്ന് നല്ല കുഴഞ്ഞ ഒരു പരുവാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി അതും ഒരു നല്ലൊരു കുഴഞ്ഞ ഒരു പരുവം ആകുമ്പോഴത്തേനും നമുക്ക് അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കാം. ചിക്കൻ തട്ടി അതൊന്ന് ഇളക്കി അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് നന്നായിട്ട് ഈ ഉള്ളിയും ഈ മസാലയും ചിക്കനും തമ്മിലൊന്ന് പെരളണം. അപ്പം ഇങ്ങനെ ഇളക്കി ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടിയും മസാലപ്പൊടിയും അതിന് മുമ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും അരപ്പ് പുരട്ടേനകത്ത് ഇട്ടില്ല. പക്ഷേ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം അതൊന്നാവുമ്പോഴേ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കത്തുള്ളൂ. അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് അടച്ച് വച്ച് ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് അടച്ച് വയ്ക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നതിന് ശേഷം അതിൽ വെള്ളത്തിന് ആവശ്യത്തിന് വീണ്ടും നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം. ഒരു മുക്കാൽ മണിക്കൂർ വേവിക്കണം നമ്മുടെ ചിക്കൻ. മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ കറി റെഡിയാകും. താങ്ക് യു ഫോർ വാച്ചിങ്.